നിങ്ങളൊരു പൂമ്പാറ്റിയെ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലപ്പോൾ അത് ഒരു പൂവിൽ വന്ന് ഇരിക്കും. മറ്റു ചിലപ്പോൾ ഇലകളിൽ അഥവാ ഇലക്കൊമ്പുകളിൽ, അല്ലെങ്കിൽ ഒരു പാറയുടെ മുകളിൽ, കല്ലിന് മുകളിൽ. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മിനിറ്റുകളോളം അങ്ങനെ അനങ്ങാതെ ഇരിക്കും. അത് മണിക്കൂറുകളായി എന്നും വരാം. എന്തിനാണ് ഇങ്ങനെ ഒന്നും ചെയ്യാതെ അനങ്ങാതെ പൂമ്പാറ്റകൾ ഇരുന്ന് കളയുന്നത്? ഒരു ചുവട് പോലും വെക്കില്ല, ഒരു ചിറക് പോലും അനങ്ങില്ല. ഉറങ്ങുകയാണോ അതോ ഇനി ക്ഷീണിച്ചതാണോ? പൂമ്പാറ്റ ക്ഷീണിക്കില്ല എന്നൊന്നും പറഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോൾ ആ കാണുന്നത് ക്ഷീണം മൂലം ഉള്ള പ്രവൃത്തിയല്ല. പ്രകൃതി അത്ര ലളിതമല്ല. പ്രകൃതിയിലെ പല കാര്യങ്ങളും സങ്കീർണതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്ന പ്രവൃത്തി പോലും ഒരു പ്രവൃത്തിയാണ്. നമ്മളൊരു മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ടാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റാർട്ടാക്കി നമ്മൾ പോകുകയാണോ ചെയ്യുക? പകരം അതിൻ്റെ കീ പരതും, ഹെൽമെറ്റ് എടുക്കും, ഹെൽമെറ്റ് ധരിക്കും. ഇങ്ങനെ ചില പ്രവൃത്തികൾ ആ സ്റ്റാർട്ടിന് പിന്നിലുണ്ടല്ലോ. പൂമ്പാറ്റകൾ അത്തരം തയ്യാറെടുപ്പുകളാണ് ഈ അനങ്ങാതിരിക്കൽ പ്രക്രിയയിലൂടെ നിർവഹിക്കുന്നത്. പൂമ്പാറ്റകൾ തണുത്ത രക്തജീവികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സൂര്യപ്രകാശം വേണം, ശരീരം ചൂടാവാനും പേശിക്ക് ബലം ലഭിക്കാനും. അതായത് അതിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത് സൂര്യപ്രകാശത്താലാണ്. പൂമ്പാറ്റകൾക്ക് മനുഷ്യരെ പോലെ ശരീരത്തിൽ ചൂട് നിർമ്മിക്കാൻ സാധ്യമല്ല. അതിന്റെ താപനില ചുറ്റുപാടിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. രാവിലെ തണുപ്പുള്ള സമയത്ത് ഒരു പൂമ്പാറ്റ പറക്കാൻ ശ്രമിച്ചാൽ അതിന് കഴിയില്ല. കാരണം അതിന്റെ ചിറകുകൾ ചലിപ്പിക്കുന്ന പേശികൾ ഇപ്പോഴും ചൂടായിട്ടില്ല. അപ്പോൾ അത് എന്തു ചെയ്യും? സൂര്യനെ നോക്കിയിരിക്കും, ചിറകുകൾ വിരിച്ച്. ചിലപ്പോൾ ചിറകുകൾ പാതി അടച്ചുവെച്ച് പ്രകാശം ഏത് ദിശയിലാണോ പതിക്കുന്നത് അതിനനുസരിച്ച് ചിറകുകൾ സൂര്യപ്രകാശം ആഗിരണം ചെയ്യാൻ തക്ക വിധത്തിൽ പൂമ്പാറ്റകൾ അങ്ങനെ ഇരിക്കും. അത് ശരീരത്തെ പതുക്കെ ഉണർത്തുകയാണ്. ഇതേപോലത്തെ ഒരു ജീവി നമ്മുടെ വീട്ടിൽ വേറെയുമുണ്ട്. അതാണ് പല്ലികൾ. പല്ലികൾ ചിലപ്പോൾ രാവിലെ തന്നെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ഇത്തരം ജീവികൾക്ക് സൂര്യനില്ലെങ്കിൽ ഭക്ഷണം തേടാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, ഇണചേരാൻ കഴിയില്ല, എന്തിനേറെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. അതായത് നാം വിശ്രമം എന്ന് കരുതുന്ന ആ ചലിക്കാതെ ഇരിക്കുന്ന നിമിഷം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. നമുക്ക് ഇങ്ങനെയൊരു തയ്യാറെടുപ്പുണ്ടെങ്കിലോ, എന്നും സൂര്യപ്രകാശം ആഗിരണം ചെയ്യാൻ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മുടെ ജീവിതഘടന ആവശ്യപ്പെട്ടിരുന്നെങ്കിലോ? അതിനായി എല്ലാവരും തയ്യാറെടുത്തു എന്ന് തന്നെ വെക്കുക. സൂര്യപ്രകാശമില്ലാത്ത കാർമേഘമുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും? കരഞ്ഞ് ബഹളം വെക്കുമായിരിക്കും. ചിലപ്പോൾ സൂര്യപ്രകാശം വിൽക്കുന്ന ഒരു സിസ്റ്റം നമുക്കിടയിൽ പ്രവർത്തിക്കുമായിരിക്കും. പക്ഷേ ഈ ജീവികൾക്ക് അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശമില്ലാത്ത സമയത്ത് പൂമ്പാറ്റകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും ചലനം കുറച്ചു കളയും. അങ്ങനെ ചലനം കുറച്ച് പതുങ്ങിയിരിക്കേണ്ടതുകൊണ്ടാണ് പൂമ്പാറ്റകൾക്ക് പല ഇലകളുടെയും പൂക്കളുടെയും മരച്ചില്ലകളുടെയും ഒക്കെ നിറം. ഇങ്ങനെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം സൂര്യപ്രകാശത്തെ കാത്ത് പൂമ്പാറ്റകൾ അങ്ങനെ ഇരിക്കും. നല്ല മഴ സമയത്തും സൂര്യപ്രകാശമില്ലാത്ത രാവിലെയുമൊക്കെ നമ്മുടെ പറമ്പിൽ നമ്മൾ നടക്കുമ്പോൾ തൊട്ടടുത്ത് ധാരാളം പൂമ്പാറ്റകൾ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മൾ അതിനെ കാണില്ല, കാരണം അത് ചലിക്കുന്നില്ല. ഇതേ ഒരു കാരണത്താലാണ് പൂമ്പാറ്റയുടെ വേട്ടക്കാർ പൂമ്പാറ്റയെ കാണാതിരിക്കുന്നതും അവ രക്ഷപ്പെടുന്നതും. പ്രകൃതിയിൽ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. കാർമേഘമുള്ള ദിവസങ്ങളാണെങ്കിൽ പൂമ്പാറ്റയ്ക്ക് സൂര്യപ്രകാശം വരുന്നതുവരെ ഇങ്ങനെ കാത്തിരുന്നേ മതിയാകും. ഭക്ഷണത്തിനോ ഇണചേരലിനോ മണിക്കൂറുകളോളം കാത്തു നിൽക്കുമ്പോൾ അത് കണക്ക് കൂട്ടുന്നത് ജീവിതം തന്നെയാണ്. എപ്പോൾ പ്രകാശം വരും? എത്ര നേരം കാത്തിരിക്കണം? പ്രകാശം വന്നാൽ ആദ്യം എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഭക്ഷണം തേടിപ്പോകണമോ? ശത്രുവിൽ നിന്ന് രക്ഷപ്പെടണമോ? എവിടെയോ ഉള്ള തന്റെ ഇണയെ കണ്ടെത്തണമോ? അങ്ങനെ അതിജീവനത്തിന്റെ കൃത്യമായ ഗണിതം പൂമ്പാറ്റ ആ സമയത്ത് കണക്കുകൂട്ടും. പൂമ്പാറ്റയെ നമ്മൾ നോക്കുമ്പോൾ പല നിറങ്ങളിലാണ് കാണുന്നത്. നീല, മഞ്ഞ, ഓറഞ്ച്, കറുപ്പ്. പക്ഷേ അത്ഭുതകരമായ ഒരു കാര്യം, ഈ നിറങ്ങളിൽ പലതും യഥാർത്ഥ നിറങ്ങളല്ല. ചിറകിലെ അതിസൂക്ഷ്മ ഘടനകളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന നിറങ്ങളാണ്. അതായത് പൂമ്പാറ്റകളുടെ ചിറകുകൾ ഒരു ചിത്രം മാത്രമല്ല, പകരം ഒരു ശാസ്ത്രശാല കൂടിയാണ്, അഥവാ ലബോറട്ടറി. ആ ചിറകിൽ ധാരാളം ജോലികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം എങ്ങനെ ആഗിരണം ചെയ്യണം, അതെങ്ങനെ പുറത്തുവിടണം, ആ പ്രകാശം ഉപയോഗിച്ച് എങ്ങനെ പേശികൾക്ക് ബലം നൽകണം എന്നിവയൊക്കെ ചിറകിലൂടെ പൂമ്പാറ്റ നിർവഹിക്കുന്നു. തുടക്കത്തിലുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതുന്ന ഒരു ജീവി യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ആ അനങ്ങാതെ നിൽപ്പിലൂടെ എടുക്കുന്നത്. പൂമ്പാറ്റകൾ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായും മനസ്സിലാകും. എപ്പോൾ പറക്കണം, എപ്പോൾ കാത്തിരിക്കണം എന്ന് വ്യക്തമായി അറിഞ്ഞാലാണ് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുക. എന്നും ഓടിക്കൊണ്ടേയിരിക്കണം, അങ്ങനെ ആയാലേ ജീവിത വിജയങ്ങൾ ഉള്ളൂ എന്ന് കരുതുന്നത് ശരിയല്ല. ചില സമയത്ത് കാത്തിരുന്നും ചില മുന്നേറ്റങ്ങൾ നമുക്ക് നേടാനാവും. പ്രകൃതിയിലെ ബുദ്ധിപരമായ അതിജീവന തന്ത്രങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം.